തിരുവനന്തപുരത്തിന് വളരെ വൈകി കിട്ടിയ ഒരു കാര്യമാണ് വിഴിഞ്ഞം തുറമുഖം. ഇത് ആരുടെയൊക്കെ ഒരു പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചതാണ്. ഇന്നിപ്പം അത് സഫലമായി. വളരെ എനിക്ക് തോന്നുന്നു ഒരു 25 വർഷത്തിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്തിന് ഇത് കിട്ടേണ്ടതായിരുന്നു. അത് ആരുടെയൊക്കെയോ ചില താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം കാര്യങ്ങൾ നീങ്ങിയത് കൊണ്ടാണ്. എന്തായാലും ഇപ്പോൾ ഒന്നുകൂടെ കാര്യങ്ങൾ യാഥാർത്ഥ്യമായി തീർന്നിരിക്കുകയാണ്. അടുത്ത മാസം പ്രധാനമന്ത്രി വിഴിഞ്ഞം രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. ഇതൊരു വലിയ ഒരു വളർച്ചയല്ലേ തിരുവനന്തപുരത്തിന് ഉണ്ടാകാൻ പോകുന്നത്? വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 40 വർഷത്തെ ചരിത്രമുണ്ട് അതിനകത്ത്. ഇത് വേണം എന്ന ഒരു ആശയം വന്നിട്ട് എം.വി. രാഘവൻ തുറമുഖ മന്ത്രിയായിരിക്കുമ്പോഴാണ് ഒന്നുകൂടി അത് ജീവൻ വെപ്പിച്ചു. പിന്നെ പല മന്ത്രിമാരും തുറമുഖത്തിൻ്റെ മന്ത്രിമാരായിരുന്ന പലരും അതിനകത്ത് ജീവൻ വെപ്പിച്ചാണ് ഇങ്ങനെ എത്തിയത്. അന്താരാഷ്ട്ര തലത്തിലുള്ള ദുബായ്, സിംഗപ്പൂർ പോലുള്ള പോർട്ടുകളിൽ നിന്നുള്ള അവരുടെ ഒരു സമ്മർദ്ദം ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ പല ഉദ്യോഗസ്ഥന്മാർക്കും കാശ് കൊടുത്തും അഴിമതി നടത്തിയും ഒക്കെ ഇവിടെ ഇങ്ങനെ ഒരു മദർ പോർട്ട് വരരുതെന്നുള്ള ഒരു സമ്മർദ്ദമുണ്ടായിരുന്നു. കാരണം ഈ പോർട്ടിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒന്ന്, ഇത് മദർ പോർട്ടാണ്. മദർ പോർട്ട് എന്ന് പറയുമ്പോൾ മറ്റ് ഇന്ത്യയിലെ മറ്റ് പോർട്ടുകൾക്കും അതുപോലെ ശ്രീലങ്ക, മറ്റ് രാജ്യങ്ങളിലെ ചെറിയ ചെറിയ പോർട്ടുകൾക്കൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്നുള്ള ട്രാൻസ്മിഷൻ പോർട്ടായിട്ട് ഒരു നമ്മൾ ഗോഡൗൺ എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ്, മദർ പോർട്ട്, അങ്ങനെ ആ പേരതാണ്. മദർ പോർട്ടായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പോർട്ടാണ്. ആഴക്കടൽ ട്രാൻസ്മിഷൻ നടക്കുന്ന പോർട്ടാണ്. അപ്പോൾ തീരത്തോട് വളരെ അടുപ്പിച്ച് നിർത്തിയൊക്കെ ഇത് ട്രാൻസ്മിഷൻ നടത്താൻ പറ്റും. അപ്പോൾ ആ നിലയിൽ ഒരുപാട് സാധ്യതകളുള്ളൊരു പോർട്ടായിരുന്നു. ഞാനീ പറഞ്ഞ പോലെ പല പോർട്ടുകൾ, ഇപ്പോൾ തിരുനെൽവേലി, ദുബായ്, സിംഗപ്പൂർ, പല സ്ഥലത്തുള്ള പോർട്ടുകളുടെ ഉടമകളും ഗവൺമെൻറ്റുകളെയും, ഇന്ത്യ ഗവൺമെൻറ്റിനെയും കേരള ഗവൺമെൻറ്റിനെയും ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയക്കാരെയൊക്കെ സ്വാധീനിച്ചാണ് ഇതിങ്ങനെ നീണ്ടു പോയത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ട്രയൽ റൺ മുഖ്യമന്ത്രി നേരത്തെ 24 ജൂലൈയിൽ നടത്തിയിരുന്നു. ഇപ്പോഴത്തെ ഫുൾ സ്വിങ്ങിൽ ഇത് പ്രവർത്തിക്കുകയാണ്. പക്ഷേ എല്ലാ ഫേസും പൂർത്തിയാവുന്നത് 2028 പൂർത്തിയാവുള്ളൂ. 28 ഇനി 3 വർഷം കൂടെ ഉണ്ട് ഫുൾ ഫേസ് വരാൻ. പക്ഷേ ഇപ്പോഴത്തെ ഫേസിൽ 2025 മെയ് 2 11 മണിക്ക് നടക്കുന്ന പ്രധാനമന്ത്രി വരുന്ന ഇനാഗുറേഷനോടുകൂടി ഫംഗ്ഷൻ ചെയ്തു തുടങ്ങും. ഇനിയും ഘട്ടങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് ഒരു വലിയ സാധ്യതയുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ സാധ്യത നമ്മൾ മുതലാക്കുമോ ഇല്ലേ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഒന്ന്, 500 കുടുംബം അവിടെ ഇതുമായി ബന്ധപ്പെട്ട് വഴിയാധാരമായിട്ടുണ്ട്. അവരെ ഇപ്പോഴും പുനരധിവസിപ്പിക്കുന്നതിൽ വലിയൊരു അലംഭാവം വന്നിട്ടുണ്ട്. അതൊന്നുകിൽ CSR അതിനകത്തുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം പോർട്ട് ഉണ്ടാക്കുമ്പോഴുണ്ടായ കരാർ അനുസരിച്ച് പുനരധിവാസമൊക്കെ ആര് നടത്തണമെന്നാണ്? കേരള സർക്കാർ നടത്തണമെന്നാണ്. സർക്കാർ എന്ന് പറയുമ്പോൾ കളക്ടർ നടത്തണം, അങ്ങനെ പറഞ്ഞത് കിടക്കുകയാണ്. അത് വലിയ സമരമൊക്കെ നടന്നതുകൊണ്ടാണ്. ലത്തീൻ സമുദായത്തിൻ്റെ പേരിൽ കടൽ തീരത്ത് വലിയ മത്സ്യത്തൊഴിലാളിയൊക്കെ വലിയ സമരം നടത്തി. ആ സമരമൊക്കെ കെട്ടടങ്ങി പോയി. പക്ഷേ ഇപ്പോഴും അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവിടെ കുറച്ച് തൊഴിലാളികളുടെ പ്രശ്നം. അതെങ്ങനെ പരിഹരിക്കുമെന്നുള്ളതും ഇത് ഗൗരവമായി ഇതോടുകൂടി ആലോചിക്കേണ്ടതാണ്. CSR ഫണ്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ അതിൽ തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് വെച്ച് അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കാവുന്ന ഒരു വിഷയം. രണ്ടാമത്, വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ബാലരാമപുരം, വിഴിഞ്ഞം, വെങ്ങാനൂർ, ആദിയന്നൂർ എന്ന് പറയുമ്പോൾ ആദിയന്നൂർ ബ്ലോക്ക്, നേമം ബ്ലോക്കിൻ്റെയും ആദിയന്നൂർ ബ്ലോക്കിൻ്റെയും കുറേ പഞ്ചായത്തുകൾക്ക് ഇതിൻ്റെ ഒരു സബർബ് ഏരിയയായിട്ട് വരും. അവിടങ്ങളിൽ വേണമെങ്കിൽ കേരള സർക്കാർ വിചാരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നാണ് ഇതിൻ്റെ പേര്. അല്ല, വെറും പോർട്ട് എന്നല്ല, സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നും കൂടെ ഉണ്ട്, പ്രത്യേക സാമ്പത്തിക മേഖല എന്നും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു മുതലാളി പൈസ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് വേറെ വിഷയം. അദാനി അത് വേറൊരു സബ്ജക്റ്റാണ്. ലാഭമാർക്കാണ് 40 വർഷത്തേക്കാണ് അദാനിക്ക് കൊടുത്തിരിക്കുന്നത് കരാർ. ഉടമസ്ഥാവകാശം കേരള സർക്കാരിന് തന്നെ, പക്ഷേ അതിൻ്റെ കൺസ്ട്രക്ഷനും നടത്തിപ്പുമല്ല 40 വർഷത്തേക്ക് ആർക്കുള്ളതാണ്? അദാനിക്കുള്ളതാണ്. അപ്പോൾ 40 വർഷം കഴിഞ്ഞെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വിഷയമുണ്ട്. പക്ഷേ എങ്കിൽ പോലും മറ്റൊരുപാട് സാധ്യതകൾ ഈ പോർട്ടുമായി ബന്ധപ്പെടുത്തിയുണ്ട്. ആ സാധ്യതകൾ നമ്മൾ മുതലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ പല കാര്യങ്ങളും, ഇപ്പോൾ കൈത്തറി പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും പ്രൊഫഷണലൈസ് ചെയ്യാവുന്ന കാര്യമാണ്, മെക്കനൈസ് ചെയ്യാവുന്ന കാലത്താണ്. ഇപ്പോഴും പഴയ കൈ കൊണ്ട് റാട്ട് വെച്ച് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതൊക്കെ പ്രൊഫഷണലൈസ് ചെയ്ത് മെക്കനൈസ് ചെയ്ത് ഒരുപാട് അനുബന്ധ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത എങ്ങനെ എന്ന് നമ്മൾ ആലോചിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റോഡ് വരുന്നു, റെയിൽ വരുന്നു, ട്രെയിൻ വരുന്നുണ്ട്, റെയിൽവേ വരുന്നുണ്ട്, റോഡ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ വികസനം പോർട്ടുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഒരു മദർ പോർട്ട് എന്നുള്ള നിലയിൽ മറ്റ് പോർട്ടുകൾക്ക് വസ്തുക്കൾ കയറ്റി അയക്കാൻ പറ്റുന്നൊരു ഗോഡൗൺ പോലെയും ആകാം. അല്ലാത്ത സാധ്യതകൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. അത് നമ്മളെങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളത് പോലെയാണ്. അപ്പോൾ മദർ പോർട്ട് എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റ് അനുബന്ധമായ വ്യവസായങ്ങളും കൂടുതൽ ചെറുകിട വ്യവസായങ്ങൾ, വൻകിട വ്യവസായങ്ങളല്ല ഞാൻ പറയുന്നത്,
കയറ്റുമതിക്കുള്ള സാധ്യതകളൊക്കെ നോക്കുകയും മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ ഒരുപാട് കയറ്റുമതി സാധ്യതകളുണ്ടല്ലോ. ആ സാധ്യതകൾ പരമാവധി മുതലാക്കുന്ന ഒരു സുദിനമായിട്ട് നമുക്ക് മാറ്റണം. അങ്ങനെ ചെയ്താൽ ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടാനും, അല്ലാതെ പോർട്ടിനകത്തൊരു 10,000 താഴെ ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു 10-700 പേർക്ക് ഡയറക്റ്റ് ജോലി കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ 700 പേരിൽ തന്നെ സ്കിൽ ലേബേഴ്സാണ്. അതെല്ലാവർക്കും അങ്ങനെ പണി കൊടുക്കാനും പറ്റത്തില്ല. പക്ഷേ അനുബന്ധ അലൈഡായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ എന്നെ മനസ്സിലാക്കിയതനുസരിച്ച് അതിനുള്ള മൂവ്മെൻറ്റുകളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇപ്പം ബാലരാമപുരം പഞ്ചായത്ത്, അല്ലെങ്കിൽ വെങ്ങാനൂർ പഞ്ചായത്ത്, വിഴിഞ്ഞം പഞ്ചായത്ത്, അവർക്കൊക്കെ വേണമെങ്കിൽ ഇതൊരു ടൂറിസ്റ്റ് ഹബ്ബായി ഡെവലപ്പ് ചെയ്യാമല്ലോ. ഇത് വലിയ ടൂറിസ്റ്റ് ഹബ്ബല്ലേ. ഇപ്പോൾ കോവളം, സമീപത്ത് കോവളമുണ്ട്, വിഴിഞ്ഞമുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ആഴിമല, ഇപ്പം ആളുകൾക്ക് ആഴിമല ക്ഷേത്രം വലിയ ആളുകൾ പോകുന്ന ക്ഷേത്രമാണ്. പിന്നെ പൂവാറിൻ്റെ ബീച്ചുണ്ട്, പിന്നെ ചൊവ്വര ബീച്ചുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള വലിയ ടൂറിസ്റ്റ് പാക്കേജ് നടത്താനുള്ള സാധ്യത ആർക്കുണ്ട്? ഈ പഞ്ചായത്തുകൾക്ക് കിടപ്പുണ്ട്. വലിയ സാധ്യതയാണത്. കന്യാകുമാരിയും കിടപ്പുണ്ട്. വലിയ സാധ്യത. അപ്പം തിരുവനന്തപുരത്ത് വരുന്ന ആളുകളെ അങ്ങോട്ട് വലിക്കാനുള്ള എല്ലാ സാധ്യതയും കിടപ്പുണ്ട്. അതിനനുസരിച്ച് അപ്പോൾ അങ്ങനെ ടൂറിസ്റ്റുകളെ വലിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനനുസരിച്ചുള്ള ചെറുകിട ഉൽപ്പാദനം, അതിൻ്റെ വിപണനം, അതിൻ്റെ മാർക്കറ്റിംഗ്, ഇതെല്ലാം നടത്താനുള്ള സ്കോപ്പുണ്ട്. പക്ഷെ ആ നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കൊരു നിരാശയെ പറയുന്നുണ്ട്. കാരണം മറ്റുള്ള ടീമുകൾ അങ്ങനെ ഉണർന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു വിഷൻ തന്നെ വന്നിട്ടില്ല. അനുബന്ധമായിട്ടുള്ള അനുബന്ധ ടീം വർക്ക് ചെയ്യേണ്ട സമയമായില്ലേ. ഇപ്പം അവിടെ ഒരു വലിയ സ്ഥാപനം വരുന്നു. ഇപ്പോൾ നമ്മളൊരു സർക്കസ് വരുന്നതായിരിക്കും, ഞാൻ വേറെ അർത്ഥത്തിൽ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു മേള വരുന്നു, ഉടൻ തന്നെ അതിൻ്റെ അനുബന്ധമായിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ വന്ന് ബിസിനസ് ചെയ്യും. അപ്പം വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ ഉണ്ടാകുന്ന ടൂറിസ്റ്റ് സാധ്യതകൾ എന്താണ്? അവിടെ നിന്ന് ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിനുള്ള സാധ്യതകൾ എന്താണ്? നമ്മുടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ എങ്ങനെ എത്ര കണ്ട് നമുക്കിപ്പോൾ നെയ്യാറ്റിൻകര, അങ്ങനെ നെയ്യാറ്റിൻകരയ്ക്ക് വലിയ പൈതൃകമുള്ള സ്ഥലമാണ്. അതെ, സുദേശമാന നാടാണ്. അവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രം, നെയ്യാറ്റിൻകര വലിയ പൈതൃകമുള്ള നാടാണ്. അപ്പം ഈ പൈതൃക ടൂറിസത്തെയും ഉത്തരവാദിത്ത ടൂറിസത്തെയൊക്കെ ബന്ധിപ്പിച്ചാൽ വലിയ സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ തിരുവനന്തപുരത്ത് വരുന്ന ആളുകളെ, അല്ലെങ്കിൽ ആഭ്യന്തര ടൂറിസം എന്നുള്ള നിലയിൽ തിരുവനന്തപുരത്ത് വരുന്ന ആളുകളെ മുഴുവൻ അവിടെ കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം പറ്റും. അപ്പോൾ അത് കൂട്ടത്തിൽ അവരെവിടെയും കാണണം. ഞാനതാ പറഞ്ഞു, ഇപ്പോൾ വിഴിഞ്ഞത്ത് പോയി കപ്പൽ കാണുന്നത് പോലെ തന്നെ ബാലരാമപുരത്ത് പോയി കൈത്തറ ഗ്രാമവും കാണണം. ഒരു സ്വപ്നം പോലെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ഇപ്പോൾ കറാൽക്കട തിരുവനന്തപുരത്ത് പോയി ഒരു കൈത്തറയുടെ നല്ല ഉൽപ്പന്നം വാങ്ങണമെങ്കിൽ 1,00,000 രൂപയ്ക്ക് വരെ വിലയ്ക്കുള്ളതുണ്ട് അവിടെ, അല്ലെങ്കിൽ 2,00,000 രൂപ വിലയ്ക്കുള്ള സാധനമുണ്ട് അവിടെ. കസവൊക്കെ വലിയ വിലയാണ്. ഇപ്പോൾ ബാലരാമപുരത്ത് വലിയ കൈത്തറി യൂണിറ്റുകളൊക്കെ ഉണ്ട്, ധാരാളമുണ്ട്. കൈത്തറി ഗ്രാമത്തിൽ പോകാം, എത്ര മനോഹരമായിരിക്കും. തൊട്ടപ്പുറത്ത് കൃഷിയുടെ ഗ്രാമത്തിൽ പോകാം, വിഴിഞ്ഞത്ത് ചെന്ന്. അപ്പോൾ ഇങ്ങനെ കാർഷിക, കൈത്തറി, പിന്നെ ചെറുകിട വ്യാവസായിക, പരിസ്ഥിതി പിന്നെ വെള്ളായണി കായൽ കിടപ്പുണ്ട് അവിടെ. വലിയ സാധ്യതയാണ് സാറേ, അത് ചിന്തിച്ച വലിയ സാധ്യതയാണ്. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഈ പോർട്ട് വരുന്നതിനപ്പുറം അതെങ്ങനെ ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റുന്നതിനെക്കുറിച്ചുള്ള ഒരു പാക്കേജ് മിഷൻ പ്രവർത്തിക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇതിനിടയ്ക്ക് തന്നെ അങ്ങനത്തെ മിഷൻ വരേണ്ട സമയം കഴിഞ്ഞിരുന്നു. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ, ഇതിപ്പോൾ DTPC കൊണ്ടൊന്നും കഴിയുന്നതല്ല. ഇത് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തന്നെ നമ്മൾ എത്രയോ അവഗണിക്കപ്പെട്ട് കിടന്ന ഒന്നാണ്. പിന്നെ അത് സമരം, തർക്കം, വഴക്ക്, കേസ്, പ്രതിഷേധം, ഈ LDF ഒക്കെ എന്തോരം പ്രതിഷേധം നടത്തിയവരാ ഇതിന്റെ പിതൃത്വ അവകാശപ്പെട്ടുകൊണ്ടുള്ള അടികൾ. LDF ഒക്കെ എന്തോരം എതിർത്തതാണ്. ദേശാഭിമാനിയിലൊക്കെ എന്തോരം ലേഖനം വന്നതാണ് അതിർത്ത്. അപ്പോൾ ഇപ്പോൾ അത് ഞങ്ങളാണ് ചെയ്യുന്നത്, ഇവരാണ് പിണറായി കത്ത് കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ നമ്മുടെ കൺസേൺ അതല്ല. അവിടെ പരമാവധി വിഴിഞ്ഞം വരുമ്പോൾ, പോർട്ട് വരുമ്പോൾ പോർട്ടിന് സമാനമായി അനുബന്ധമായി ഒരുപാട് കാര്യങ്ങൾക്കുള്ള സ്കോപ്പുണ്ട്. ആ സ്കോപ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. അത് ഡെവലപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ആലോചിച്ചാൽ വലിയ തൊഴിൽ സാധ്യത വരും. അല്ലാതെ ഇതിനകത്ത് തൊഴിൽ കുറയും, കുറച്ച് പേർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ, ഒരു സ്ഥാപനമല്ലേ. പക്ഷേ അല്ലാതെ വലിയ സാധ്യത, തൊഴിൽ സാധ്യത, അതിനെ മോഡേണൈസ് ചെയ്ത്, പ്രൊഫഷണലൈസ് ചെയ്ത്, മെക്കനൈസ് ചെയ്യുന്ന രീതിയിലുള്ള വലിയ സാധ്യത വിഴിഞ്ഞം എയർപോർട്ട് തുറന്നു തരുന്നുണ്ട്. ഞാനവിടെ പിന്നെ എയർപോർട്ടിൻ്റെ ഭാഗമായിട്ട് അവിടെ നെയ്യാറ്റിൻകരയിൽ സംഘടിപ്പിച്ചൊരു വലിയ സെമിനാറിൽ ഞാൻ ഒരിക്കൽ പോയിരുന്നു. അപ്പോൾ കുറേ പ്രമുഖന്മാരൊക്കെ വന്ന് പേപ്പർ പ്രസൻറ്റ്, ഞാനാ മോഡറേറ്റ് ചെയ്തത്. അന്ന് 2 വർഷം മുമ്പാണ്. അന്ന് ഈ വിഷയങ്ങൾ അവിടെ അവതരിപ്പിച്ചു. അപ്പോൾ അവിടെ വന്നിരുന്നവരൊക്കെ പറഞ്ഞു, ഞങ്ങളങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. പക്ഷെ അതൊന്നും അങ്ങനെ പേപ്പറിൽ കാണുന്നില്ല. ഇനിയിപ്പോൾ അവിടെ വല്ലതും ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഒരു പൈതൃക ഗ്രാമമൊക്കെ ഉണ്ടാക്കാനുള്ള, കാരണം ആളുകളിൽ ഇപ്പം ഒരു രസകരമായ കാര്യം എന്താണ് സാറേ മനസ്സിലാക്കേണ്ടത്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലികളിൽ കേരളത്തിലെ ആളുകളിൽ എന്തുണ്ട്? പണമുണ്ട്. അത് എക്കണോമിക് ആക്ടിവിറ്റി വെച്ചാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൊബിലൈസ് ചെയ്യാൻ പറ്റും. ആളുകൾ പിരിവെന്ന് ചോദിച്ചാൽ ആരും കൊടുക്കത്തൊന്നുമില്ല, ചെറിയ പൈസ അല്ലാതെ. എക്കണോമിക് ആക്ടിവിറ്റികളുണ്ടെങ്കിൽ അതിന് ആളുകളിൽ പൈസയുണ്ട്. ഡ്രസ്സ് വാങ്ങിക്കാൻ, ബേക്കറി പോയി ഭക്ഷണം കഴിക്കാൻ, മറ്റേ ഹോട്ടലിൽ നിന്ന് ഫുഡ് വരുത്താനൊക്കെ ആളുകളിൽ പണമുണ്ട്. ഒരു വിഭാഗം ആളുകളിലും, എല്ലാവരെയും അല്ല. അത് മൊബിലൈസ് ചെയ്യുന്നതിനുള്ള നല്ല പരിപാടികൾ, നല്ല ഹോട്ടലൊക്കെ വരണം സാർ. എത്രയ്ക്ക് ഫുഡ് കഴിക്കാൻ വിഴിഞ്ഞത്ത് പോയാൽ
നമ്മൾ സമയം എടുക്കാമെന്ന് ഞാൻ പറയും. ഇപ്പോൾ സാർ ആലോചിച്ച് നോക്കൂ, പോർട്ട് കാണാം, സീ ഫുഡ് കഴിക്കാം, കൈത്തറി ഗ്രാമത്തിൽ പോവാം, പിന്നെ അവിടുത്തെ ഒരു അഗ്രികൾച്ചർ കാർഷിക കോളേജ് ഉണ്ടോ അവിടെ, അതും കാർഷിക കോളേജും ഉണ്ട്, വെള്ളായണി. വലിയ സാധ്യതയാണ് സാറേ ചിന്തിക്കുമ്പോൾ. ബോട്ടിങ്ങിനും പോവാം. ടൂറിസ്റ്റുകളുടെ ഒഴുക്കായിരിക്കും അങ്ങോട്ട്. അല്ലാതെ ഇത് മാത്രം കാണാനാണെങ്കിൽ അവർ ടിക്കറ്റ് വെച്ച് അവർ പൈസ ഉണ്ടാക്കും, ആര് പോർട്ടുകാർ. നാട്ടുകാർക്ക് അതിനകത്തൊന്നും കിട്ടത്തില്ല. അതേസമയം ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ വലിയ സാധ്യതയാണുള്ളത് സാർ. ആ മന്ത്രിമാരൊക്കെ നമ്മളെ വീഡിയോ കാണുമായിരിക്കും, കണ്ടിട്ട് അങ്ങനെ ഒന്ന് ചിന്തിക്കട്ടെ. അങ്ങനെ ഒരു മിഷൻ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതിനിടയിൽ തന്നെ ഒരു മിഷൻ വരേണ്ട സമയം കഴിഞ്ഞിരുന്നു. ഒരു വിഴിഞ്ഞം സബർബ് ഏരിയയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എല്ലാ പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും എല്ലാവരും കൂടി ചേർന്നിരുന്നെങ്കിൽ ഇത്ര മനോഹരമായിട്ട് വലിയ പരിപാടി നടത്താമായിരുന്നു സാർ. അപ്പോൾ അതിൻ്റെ സാധ്യത ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി ആ സാധ്യത തുറക്കുമായിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.